Hello my cooking lovers, welcome back to our channel Ritushan Taste. I am Sabi. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഭൂട്ടാനീസ് സ്പെഷ്യൽ എമാദാഷി ആണ് ഉണ്ടാക്കുന്നത്. എമ എന്ന് വെച്ചാൽ മുളക്. അവരുടെ ഒരു തരം പ്രത്യേക മുളകിനെയാണ് അവർ എമ എന്ന് പറയുന്നത്. ദാഷി എന്ന് വെച്ചാൽ ചീസാണ്. നമ്മുടെ മൊസറല്ല ചീസ് പോലത്തെ ചീസിനെയാണ് അവർ ദാഷി എന്ന് പറയുന്നത്. അപ്പോൾ എമാദാഷി എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചെറിയൊരു സ്പൈസി ആയിട്ടുള്ള കറിയാണ് ഇത്. നന്നായിട്ട് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട്, ഈവൻ റൈസിൻ്റെ കൂടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എമാദാഷി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബജി മുളകാണ്. നമുക്കിപ്പോൾ എമാദാഷി ഉണ്ടാക്കാനായിട്ട് അവരുടെ മുളക് എന്തായാലും വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എമാദാഷി നമ്മൾ ചീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്ലൈസ് ചീസും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്താണ് ചെയ്യുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 3-5 പച്ചമുളക്, നമ്മുടെ നോർമൽ എരിവുള്ള പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ ഇത് വെള്ളക്കാന്താരിയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുളകാണ് നിറച്ചും ഇതിനകത്ത് ഉണ്ടാവുക. ക്യാപ്സിക്കം കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്, ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് ചെയ്യാം. അപ്പം ഞാനിത് ഇങ്ങനെ നടുവേ കീറിയിട്ട് ഇതിനകത്തുള്ള സീഡ് ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. അതായത് ഈ ബജി മുളകിൻ്റെ സീഡ് ഒന്ന് എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സീഡ് ഇതുപോലെ ഇങ്ങനെ എടുത്ത് കളയാം. അതുപോലെ ഇതിങ്ങനെ നടുവേ കീറിയിട്ട് വെക്കാം. നമുക്കിത് 2 തരത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് സീഡ് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് വാഷ് ചെയ്യാം, ഇതിൻ്റെ സീഡ് കംപ്ലീറ്റ് കളയാനായിട്ട്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ നടുവേ തന്നെ ഒരു പകുതി വരെ, ഇവിടം വരെ മാത്രം കീറിയിട്ട് ഈ ഒരു സീഡ് ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി ഇങ്ങനെയും എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ സീഡ് എടുത്താൽ ബാക്കി ഈ ഒരു പച്ചമുളകിൻ്റെ ഒന്നും സീഡ് നമ്മൾ കളയുന്നില്ല. പിന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്യും, അതുപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യും. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യും. പിന്നെ വെളുത്തുള്ളി വേണം, ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഞാൻ ഒന്ന് എല്ലാം റെഡിയാക്കി എടുത്തിട്ട് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. നമ്മുടെ ബജി മുളക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചട്ടിയാട്ടോ എടുത്തത്. തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എക്സ്ട്രാ വെർജിൻ ഓയിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.25 സ്പൂണിനടുത്ത് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാൾട്ടുള്ള ബട്ടറാണോ അല്ലെങ്കിൽ അൺസാൾട്ടഡ് ബട്ടറാണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം, സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സായി ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസസും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഇട്ട പാടെ തന്നെ നമുക്ക് മറ്റേതും ഇടണമെന്നൊന്നുമില്ല. സവാള ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്തു, ഇഞ്ചി ഇട്ട് കൊടുത്തു, അതുപോലെ ടൊമാറ്റോ, പിന്നെ വെളുത്തുള്ളി, അതുപോലെ നമ്മുടെ എമാദാഷിയുടെ അതായത് ബജി മുളക് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. എമാദാഷി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബജി മുളകല്ല ശരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കുറച്ച് നീണ്ടിട്ടുള്ള ഏകദേശം ഇതുപോലെ തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ആ ഒരു മുളക് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം ഏറ്റവും കൂടുതൽ അവൈലബിൾ നമുക്ക് ബജി മുളക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ബജി മുളക് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മൊസറല്ല ചീസ് എടുക്കുമ്പോൾ അധികം നാൾ ഫ്രിഡ്ജിൽ കൂടുതൽ വെച്ച ടൈപ്പ് ചീസ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്.
അതായത് ഫ്രഷ് ആയിട്ട് കുറച്ച് ദിവസം മാത്രമായിട്ട് ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചീസ് എടുക്കുക. കുറച്ച് പഴകിയ അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വാങ്ങി വെച്ചിട്ട് കുറച്ച് ഓപ്പൺ ചെയ്ത് വെച്ച ചീസൊക്കെ ആണെങ്കിൽ സംടൈംസ് ഇത് ഇങ്ങനെ നമ്മൾ പിസയിലൊക്കെ കാണുന്ന പോലെ വലിഞ്ഞ് പിടിക്കണ പോലെ ഉണ്ടാവും. മൊസറല്ല ചീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ തന്നെയാവും. അപ്പോൾ നമുക്ക് നോർമൽ ചീസ് എടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഒരല്പം പെപ്പറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ മുളകും ഇതിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാനും മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് വാട്ടി എടുക്കുക. ഒന്ന് 5-10 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് വാടി വരണം. അതിന് ശേഷമാണ് നമ്മൾ ചീസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 2 ഏലക്കായ ഇത്രയും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എമദാശിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ആ ഒരു ചെറിയൊരു മസാല ഫ്ലേവർ എന്ന് വേണമെങ്കിൽ പറയാം, ഗ്രാമ്പൂവിൻ്റെയൊക്കെ ഒരു മണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രാമ്പു ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ ഏലക്കായ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഗ്രാമ്പു ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ഈ മുളകും ഒക്കെ അങ്ങ് വെന്ത് ഒരു ഒന്നും പറയണ്ടേ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കും ആവണം. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. ഏകദേശം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം. അപ്പോൾ ഇത്രയും ആവണ്ട കേട്ടോ, കുറച്ച് തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതിയേ. ഞാൻ തീ കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് മറന്നു പോയിരുന്നു. അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടെ തീയൊന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചീസ് ഇടുന്നതിന് മുന്നേ കുറച്ചുകൂടെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ലൈം ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, ഞാനത് വിട്ടുപോയി. അപ്പോൾ മൊസറല്ല ചീസ് ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രക്ക് അങ്ങോട്ട് എനിക്ക് ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മൊസറല്ല ചീസിന് പകരം നമ്മുടെ നോർമൽ ക്രീം ചീസ് അല്ലെങ്കിൽ ഫ്രഷ് ചീസ് യൂസ് ചെയ്യണ ഏറ്റവും നല്ലത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ലൈസ്ഡ് ചീസും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു നമ്മൾ പിസയിലൊക്കെ ചേർക്കണില്ല അതുപോലെ ആയിപ്പോവും. അപ്പം അത് ആവശ്യമില്ല. അങ്ങനെ വലിഞ്ഞ് പിടിക്കാണ്ട് കിട്ടണ വിധത്തിൽ വേണം നമുക്കിത് റെഡി ആവാനായിട്ട്. കാരണം നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഇതെന്തായാലും കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ പറ്റി പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇച്ചിരി ലെമൺ ജ്യൂസും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊസറല്ല ചീസ് അധികം അങ്ങ് സ്റ്റിക്കി ആവാണ്ട് തന്നെ കിട്ടും കേട്ടോ. ചീസ് ഇട്ടിട്ട് ഒരുപാട് നേരം നമ്മളിത് വെക്കണ്ട. ജസ്റ്റ് ഈ ചീസ് ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എമാദാശി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി സ്പൈസിയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ എമാദാശി എന്ന് പറയുന്നത് നമ്മൾ മുളകും അതുപോലെ തന്നെ ചീസുമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒരു പ്രത്യേകമായിട്ട് വേറെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഐ തിങ്ക് എനിക്കിത് നല്ല ടേസ്റ്റ് തോന്നിയത് ബ്രെഡിൻ്റെ കൂടെയാണ്. ഞാൻ ബ്രെഡിൻ്റെ കൂടെ ഇത് കഴിച്ചപ്പം നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ മുളകായാലും നമുക്ക് ചുമ്മാ കഴിക്കാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷെ പഞ്ചസാര അങ്ങനെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിനകത്തോട്ട്. പകരം ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ചീസ് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ.
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവണം. ചീസ് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം പിന്നെ നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് മെൽറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുക. അതിനിടയ്ക്ക് ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ചീസ് നിങ്ങൾ ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഉപ്പ് അല്ലെങ്കിൽ ആ ഒരു ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ, ഇല്ലാത്ത ചീസാണോ നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ബട്ടർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുത്താൽ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിരുന്നില്ല, ഈ ഒരു സമയത്തും കൂടി ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഇതാ നമ്മുടെ എമദാശി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫൈനലി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ഹാഫ് ലെമണാണ് എടുത്തിട്ടുള്ളത്, ഒരു ലെമണിൻ്റെ പകുതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ ഈ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ പോലെ ഉണ്ടാവും. പലരും വീഡിയോ ചെയ്യുമ്പോൾ ഇതൊന്നും കാണിക്കാറില്ല ഞാൻ, പക്ഷെ ശരിക്കും ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഏകദേശം ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ വെളിഞ്ഞ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഒരിച്ചിരിയും കൂടി അത് മെൽറ്റാവാനുണ്ട്. അതിനി മെൽറ്റാവുമോ തിക്കാവുമോ എന്നറിയില്ല. എന്തായാലും തണിയുമ്പോൾ അത് കുറച്ചും കൂടി സ്റ്റിക്കി പോലെ ആവും. അപ്പോൾ മൊസറല്ല ചീസ് ഇടാതെ നോർമൽ നമ്മുടെ ചീസ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ ചീസ് ഏകദേശം ഇങ്ങനെ മെൽറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒരു ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ സ്റ്റിക്കി ആവില്ല കേട്ടോ ചീസ്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിനകത്തോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഈ ഭൂട്ടാൻകാർ റൈസിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഇത് ഇതിൻ്റെ കൂടെയും കോമ്പിനേഷനാണ്, പ്രത്യേകിച്ച് ചപ്പാത്തി, നമ്മുടെ ബ്രെഡ്, പൊറാട്ട എല്ലാത്തിൻ്റെയും കൂടിയും ഈ ഒരു സാധനം കോമ്പിനേഷനാണ് കേട്ടോ. കുട്ടികൾ കഴിക്കുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ നോക്കിയിട്ട് കൊടുത്താൽ മതിയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മുളക് വെച്ച് ചെയ്യുന്നതായതുകൊണ്ട്, ഇപ്പോൾ ബജി മുളകാണെങ്കിൽ പോലും അതിനൊരു ചെറിയൊരു സ്പൈസിനെസ് ഉണ്ട്. നമ്മൾ നോർമൽ ഞാനിപ്പോൾ കാന്താരിയൊക്കെ ഇട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിനകത്തോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ചീസ് ആയതുകൊണ്ട് കുറച്ച് വെലിഞ്ഞ് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ചാറിന് നല്ല ടേസ്റ്റാട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് സെർവ് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സബ.